1940 നവംബർ 27 സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ഹോസ്പിറ്റൽ. ഒരു ഗാഢനിദ്രയിൽ നിന്നും ആ ആതുരാലയം ഉണർന്നെഴുന്നേൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പൊടുന്നനെ അവിടമാകെ തളം കെട്ടി നിന്നിരുന്ന നിശബ്ദതയെ ഭേദിച്ച് ഒരു നവജാത ശിശുവിൻ്റെ ആദ്യ ശബ്ദമുയർന്നു. ലീ ഹോയ്ചുവിൻ്റെ ഭാര്യ ഗ്രേസ് ഒരു കുഞ്ഞിന് ജന്മം നൽകി. അസാധാരണമാം വിധം മുഖകാന്തിയും ഊർജ്ജസ്വലതയുമുള്ള ഒരു ആൺകുഞ്ഞാണ് പിറന്നത്. പ്രസവാനന്തര പരിചരണങ്ങൾക്ക് ശേഷം ആശുപത്രി വിടാൻ ഒരുങ്ങിയ ലീ ദമ്പതികൾക്ക് മുൻപിൽ ഡോക്ടർ മേരി ഗ്ലോവർ ഒരു നിർദ്ദേശം വെച്ചു. കുഞ്ഞിന് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ പേര് നൽകിയാൽ അമേരിക്കൻ ജനന സർട്ടിഫിക്കറ്റിലെ സങ്കീർണത ഒഴിവാക്കാം. ഡോക്ടർ തന്നെ അവനൊരു പേര് നിർദ്ദേശിച്ചു, ബ്രൂസ് ലീ. അധികം വൈകും മുമ്പേ ഹോങ്കോങ്ങിലേക്ക് മടങ്ങാൻ ഹോയ്ചുവനും ഗ്രേസും തയ്യാറെടുത്തു. മാതൃദേശത്തിന്റെ മാടി വിളിക്ക് ചെവി കൊടുക്കാതിരിക്കാൻ ഹോയ്ചുവന് സാധിച്ചില്ല. തിരികെ ഹോങ്കോങ്ങിലേക്ക് എത്തിയ ലീ കുടുംബം കവലൂണിലെ നദാൻ റോഡരികിലുള്ള പഴയ മന്ദിരത്തിന്റെ 2ാം നിലയിലുള്ള തങ്ങളുടെ ഫ്ളാറ്റിൽ താമസം പുനരാരംഭിച്ചു. എന്നാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞു ബ്രൂസിന് പുതിയ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല. ഹോങ്കോങ്ങിന്റെ പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷം ആ കൈക്കുഞ്ഞിനെ രോഗാതുരനാക്കി മാറ്റി. കാലാവസ്ഥാ സംബന്ധിയായ രോഗങ്ങൾ ബ്രൂസിനെ വിടാതെ പിന്തുടരാൻ തുടങ്ങുകയായിരുന്നു. സാംസ്കാരികവും സാമ്പത്തികവുമായി ഔന്നത്യമുള്ള കുടുംബ പശ്ചാത്തലത്തിലാണ് ബ്രൂസ് വളർന്നത്. താൻ വാങ്ങിക്കൂട്ടിയ അപ്പാർട്ട്മെന്റുകളിൽ നിന്നും മറ്റും ലഭിച്ചിരുന്ന വാടകയും ഓപ്ര നടൻ എന്ന നിലയിൽ പ്രതിഫലമായി കിട്ടിയിരുന്ന തുകയും സമൃദ്ധമായ ജീവിതം നയിക്കുന്നതിനും വീട്ടിൽ 2-ലധികം വേലക്കാരെ നിർത്തുന്നതിനും ഹോയ്ചുവന് ധാരാളമായിരുന്നു. ഇതിനിടയിൽ ലീ ദമ്പതികൾക്ക് 4ാമതൊരു കുഞ്ഞുകൂടി പിറന്നു. അവന് അവർ നൽകിയ പേര് റോബർട്ട് ലീ എന്നാണ്. പലപ്പോഴും ഓപ്ര പരിശീലനത്തിനായി തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഹോയ്ചുവൻ പുത്രൻ ബ്രൂസിനെയും ഒപ്പം കൂട്ടി. പിതാവും സുഹൃത്തുക്കളും പരിശീലിക്കുന്നത് ജിജ്ഞാസയോടെ തന്നെ ആ 5 വയസ്സുകാരൻ വീക്ഷിച്ചു. ഹാസ്യത്തിന്റെ മേമ്പൊടി ചാർത്തി ഒരു കഥയ്ക്ക് അവർ ദൃശ്യാവിഷ്കാരം നൽകുന്ന പ്രക്രിയ കുഞ്ഞു ബ്രൂസിനെ ഏറെ രസിപ്പിച്ചിരുന്നു. ശാന്തനായി ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല കുഞ്ഞു ബ്രൂസ്. അവൻ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാൻ വെമ്പൽ പൂണ്ടു. പ്രകൃതി തന്റെ മാറിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാസ്മരികതകളെ പുൽകുവാൻ അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമോഹിയായ ആ ബാലന് സ്കൂളിന്റെ ചിട്ടവട്ടങ്ങൾ കടുത്ത അസ്വസ്ഥതയാണ് സമ്മാനിച്ചത്. പല ദിനങ്ങളിലും സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ബ്രൂസ് ക്ലാസ്സിൽ കയറാതെ ഹോങ്കോങ്ങിന്റെ തെരുവ് വീതികളിലൂടെ അലഞ്ഞു നടന്നു. നഗരത്തിരക്കിനിടയിലൂടെ വഴിവാണിഭക്കാരെ കടന്ന് തെരുവ് കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആസ്വദിച്ച് വിഭിന്ന ജീവിതതലങ്ങൾ പരിചയപ്പെട്ട് അവൻ നടന്നു നീങ്ങി. ഈ അലച്ചിലുകൾക്കിടയിൽ അവൻ ഏതാനും സുഹൃത്തുക്കളെയും സമ്പാദിച്ചു. കനത്ത വെയിലിനെയും മഴയെയും വകവയ്ക്കാതെ അവർ കളികളിൽ ഏർപ്പെടുക പതിവാക്കി. പലപ്പോഴും തെരുവ് വീതികളിൽ ശണ്ട കൂടുകയും ചെയ്തു. മകൻ ക്ലാസ്സിൽ പോകാതെ അടിപിടിയും കളികളുമായി നടക്കുന്നത് അമ്മ ഗ്രേസിനെ ഏറെ ദുഃഖിപ്പിച്ചു. ബ്രൂസ് എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അവർക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു നാൾ ഇതേപ്പറ്റി ഗ്രേസ് അവനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞു ബ്രൂസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഒരു നാൾ ഞാനൊരു വലിയ ചലച്ചിത്ര താരമാകും. പക്ഷേ അന്ന് ആ വാക്കുകൾക്ക് ഗ്രേസ് വലിയ വില കൊടുത്തില്ല. ഒരു തമാശയായി മാത്രമേ അവൾ അത് പരിഗണിച്ചുള്ളൂ. അസാധാരണ ഊർജവും പ്രസരിപ്പും പ്രകടമാക്കുന്ന കുഞ്ഞു ബ്രൂസിന് സഹോദരി ആഗ്നസ് ഒരു വിശേഷണം ചാർത്തി നൽകി, ലിറ്റിൽ ഡ്രാഗൺ. ഭാവിയിൽ തന്റെ അനുജൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുമെന്ന് ആഗ്നസിന് ഉറപ്പുണ്ടായിരുന്നു. അവൾ നൽകിയ ആ പേര് പിൽക്കാലത്ത് ലോകമേറ്റെടുത്തു. വളരുംതോറും ബ്രൂസിനുള്ളിലെ ചലച്ചിത്ര ഭ്രമവും വർദ്ധിച്ചു വന്നു. ഒപ്പം അവൻ്റെയും അവന് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെയും വികൃതിത്തരവും. 12 വയസ്സായതോടെ വീടിന് സമീപമുള്ള ലാ സല്ലെ കോളേജിൽ ബ്രൂസ് ചേർന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ക്രിസ്ത്യൻ സ്കൂൾസിന് കീഴിലുള്ള ആ ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ ബ്രൂസിന്റെ സഹപാഠികൾ അധികവും ചൈനീസ് കത്തോലിക്കക്കാരായിരുന്നു. പുതിയ സ്കൂളിലെത്തി ആദ്യ നാളുകളിൽ തന്നെ ഒരു വില്ലൻ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ബ്രൂസിന് സാധിച്ചു. അവന്റെ അച്ചടക്കമില്ലായ്മയും വിനോദങ്ങളും ലാ സല്ലയുടെ സംസ്കാരത്തിന് അഭികാമ്യമല്ലാത്തതിനാൽ അധ്യാപകർ ബ്രൂസിനെ നിശിദ്ധമായി വിമർശിക്കാൻ തുടങ്ങി. വികൃതിയെന്നും മടിയനെന്നുമുള്ള വിശേഷണങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും കൂടുതൽ ക്രൂരമായ ചെയ്തികൾക്ക് അവൻ മനസ്സിൽ രൂപം കൊടുക്കുകയായിരുന്നു. സ്കൂളിന്റെ ഇടനാഴികളിലും ഹോങ്കോങ്ങിന്റെ തെരുവുകളിലും അടിപിടി കൂടി നടന്ന ആ പയ്യൻ പക്ഷെ രാത്രിയാകുമ്പോൾ പൂർണ്ണ ശാന്തതയോടെ പുസ്തക പാരായണത്തിൽ ഏർപ്പെടും. പല ദിനങ്ങളിലും രാവേറുവോളം ടേബിൾ ലാബിന്റെ വെളിച്ചത്തിൽ ഉറക്കം വിളിച്ചിരുന്ന് അവൻ പുസ്തകങ്ങൾ വായിച്ചു.
തെരുവിൽ പോരടിച്ച് ആധിപത്യം സ്ഥാപിക്കാൻ ബ്രൂസ് വെമ്പൽ കൊണ്ടു. ആളുകൾ ഭയക്കുന്ന മറ്റു ഗ്യാങ്ങുകളുടെ പേടി സ്വപ്നമായ ഒരു ഗ്യാങ്സ്റ്റർ ആകുകയായിരുന്നു ബ്രൂസിന്റെ ലക്ഷ്യം. അതിനായി ബ്രൂസ് സ്വന്തമായി ഗ്യാങ്ങും രൂപപ്പെടുത്തി. ദി ടൈഗേഴ്സ് ഓഫ് ജംഗ്ഷൻ സ്ട്രീറ്റ് എന്നാണ് ആ ഗ്യാങ്ങിന്റെ പേര്. അങ്ങനെ ഇരിക്കെയാണ് വില്യം ചുങ്ങിനെ പറ്റി ബ്രൂസ് അറിയുന്നത്. കുങ്ഫുവിലെ വിങ് ചുൻ ശൈലി അഭ്യസിച്ചിരുന്ന ച്യുങ് തെരുവ് പോരാട്ടങ്ങളിൽ അജയനായി മുന്നേറുകയായിരുന്നു. തനിക്കും വിങ് ചുൻ പരിശീലിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ബ്രൂസ് വില്യം ചുങ്ങിനെ അറിയിച്ചു. എന്നാൽ ഒരു ചലച്ചിത്രതാരം എന്ന നിലയിൽ പ്രശസ്തി ആർജിക്കാൻ തുടങ്ങിയ ബ്രൂസ് ഫൈറ്റിങ്ങിലല്ല, സ്വന്തം സൗന്ദര്യത്തിലും അഭിനയത്തിലുമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നായിരുന്നു ചുങ്ങിന്റെ പക്ഷം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബ്രൂസിന്റെ ഗ്യാങ് തെരുവിൽ വെച്ച് അതിരൂക്ഷമായ ഒരു സംഘട്ടനത്തിലേർപ്പെട്ടു. പ്രതീക്ഷിച്ചതിലും ശക്തരായിരുന്നു ഇത്തവണ അവരുടെ എതിരാളികൾ. അതുകൊണ്ട് തന്നെ ബ്രൂസിനും അവന്റെ ഗ്യാങ്ങിനും ദയനീയമായി അടിയറവ് പറയേണ്ടി വന്നു. വിഷമിച്ച് വീട്ടിലെത്തിയ ബ്രൂസ് തന്റെ ഉള്ളിലെ കോപവും ദുഃഖവുമെല്ലാം പ്രകടിപ്പിച്ചത് ഗ്രഹോപകരണങ്ങൾക്ക് നേർക്കായിരുന്നു. തന്നെ ശാന്തനാക്കാൻ ശ്രമിച്ച മാതാപിതാക്കൾക്ക് മുൻപിൽ തെരുവിലെ വഴക്കാളികളിൽ നിന്നും സ്വയരക്ഷ നേടാനായി ആയോധനകല അഭ്യസിക്കാൻ അനുവദിക്കണമെന്ന് ബ്രൂസ് വാശി പിടിച്ചു. ഒടുവിൽ ബ്രൂസിന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ അമ്മ ഗ്രേസ് അവനാവശ്യമായ പണം നൽകി. പിന്നെ ബ്രൂസ് കാത്തുനിന്നില്ല. അവൻ വില്യം ചുങ്ങിന്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. അവിടെ എത്തിയ ഉടൻ, താങ്കൾ എവിടെ നിന്നാണോ വിങ് ചൺ അഭ്യസിക്കുന്നത് അവിടെ തന്നെ എന്നെയും ചേർക്കണമെന്ന് വില്യം ചുങ്ങിനോട് ആവശ്യപ്പെട്ടു. കിതച്ചുകൊണ്ടാണെങ്കിലും ബ്രൂസ് പറഞ്ഞ വാക്കുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന അവന്റെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ തിരയിളക്കം വില്യം ചുങ്ങിന് ബോധ്യമായി. അങ്ങനെ ബ്രൂസിനെയും കൂട്ടി വില്യം റെസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിലേക്ക് നടന്നു. റെസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിൽ തങ്ങളെ സ്വീകരിച്ച കുങ്ഫു മാസ്റ്ററെ കണ്ട് ബ്രൂസ് തെല്ലൊന്ന് അമ്പരന്നു. നിരവധി ശിഷ്യരുള്ള ഇപ്മാനായിരുന്നു വില്യം ചുങ്ങിന്റെ മാസ്റ്റർ. തന്നെയും അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ച് വിങ് ചുൻ അഭ്യസിപ്പിക്കണമെന്ന് ബ്രൂസ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. 10ലേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തനായ ബാലനടൻ എന്ന നിലയിൽ ബ്രൂസിനെ തന്റെ ശിഷ്യഗണത്തിലേക്ക് സ്വീകരിക്കാൻ ആ മാസ്റ്റർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാസ്റ്റർ ഇപ്മാന് കീഴിൽ 13 വയസ്സുകാരൻ ബ്രൂസ് ലീ വിങ് ചുൻ ആയോധനകല അഭ്യസിക്കാൻ ആരംഭിച്ചു. അത്യുത്സാഹത്തോടെയാണ് ബ്രൂസ് ഓരോ ചുവടും പഠിച്ചത്. അടിയും തടയും എപ്രകാരം ഫലപ്രദമായി ചെയ്യാമെന്ന് അവൻ സാവധാനം മനസ്സിലാക്കി. ഗുരു നൽകുന്ന ഓരോ നിർദ്ദേശവും ബ്രൂസ് ക്ഷമയോടെ ഗ്രഹിച്ചു. ആദ്യമൊക്കെ തെരുവു സംഘടനകളിൽ ശത്രുക്കളെ തറപറ്റിക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിലായിരുന്നു ബ്രൂസ് വിങ് ചൺ അഭ്യസിക്കാൻ താൽപ്പര്യപ്പെട്ടത്. എന്നാൽ ഇപ്മാന്റെ ഉപദേശങ്ങളും ധർമ്മസ്പഷ്ടമായ വിശദീകരണങ്ങളും ആ കലയുടെ ഔന്നത്യത്തെയും ധാർമ്മിക അടിത്തറയെയും ബ്രൂസിന് ബോധ്യമാക്കി. വെറുമൊരു സമരമാർഗമല്ല വിങ് ചൺ എന്നും അതൊരു തത്വജ്ഞാനാധിഷ്ഠിതമായ ആയോധന കലയാണെന്നും ബ്രൂസ് മനസ്സിലാക്കുകയായിരുന്നു. ഒപ്പം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കുംഫു ശൈലിയുടെ ചരിത്രവും. AD 5-ാം നൂറ്റാണ്ടിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നും കടലുകൾ കടന്ന് ചൈനയിലെത്തിയ ബുദ്ധഭിഷു ബോധിധർമ്മൻ ഷാവോലിൻ ടെമ്പിളിലെ സന്യാസിമാരെ പഠിപ്പിച്ച അഭ്യാസ മുറകളാണ് ആയോധന കലയുടെ തുടക്കമെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു. 6 തലമുറകൾ കൈമാറിയാണ് ആ ശൈലി ഇപ്മാനിൽ എത്തിച്ചേർന്നത്. പാശ്ചാത്യ വസ്ത്രങ്ങളെയും വസ്ത്രധാരണ രീതിയെയും വിമർശിച്ചിരുന്ന ഇപ്മാൻ കുംഫു ചൈനക്കാർ മാത്രം പഠിക്കേണ്ട ആയോധന ശൈലിയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു ശാന്ത പ്രകൃതക്കാരനായിരിക്കുമ്പോഴും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന തൻ്റെ ഗുരുവിനെ ബ്രൂസ് ഏറെ ബഹുമാനിച്ചു. കൂടുതൽ അടവുകൾ പഠിക്കാനും അവയുടെ ദാർശനിക വശം ക്ഷമയോടെ മനസ്സിലാക്കാനും വെമ്പൽ കൊണ്ട ബ്രൂസിനെ ആ ഗുരുവിന് നന്നെ ബോധിച്ചു. ചരിത്രമായി മാറിയ ഒരു ഗാഢ ഗുരുശിഷ്യ ബന്ധത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു.